തമിഴ്നാടിന്റെ തൂങ്കാനഗരമായ മധുരയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. മധുര മീനാക്ഷി ക്ഷേത്രവും തിരുമലൈ നായ്ക്കർ കൊട്ടാരവും തുടങ്ങി മധുരയുടെ പൗരാണിക സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന നിരവധി കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. കലയും സംസ്കാരവും ഭക്ഷണവുമെല്ലാം ഒത്തൊരുമിക്കുന്ന മനോഹരമായ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു മുരുകൻ ഇഡ്ഡലിക്കട എന്ന് പറഞ്ഞുകൊണ്ടൊരു കടയുണ്ട്. അവിടെയായിട്ടാണ് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിക്കടയാണ്. ഒരുപാട് വെറൈറ്റി ഇഡ്ഡലിയൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മൾ താമസിച്ച റൂമിൽ നിന്നും 400 മീറ്റർ മാത്രമാണ് അങ്ങോട്ടേക്കുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ജിഗർദണ്ഡ ഷോപ്പ് കാണാനായിട്ട് സാധിക്കും. ജിഗർദണ്ഡ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് ഇഡ്ഡലി കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഈ കടയിൽ കയറാം. മധുരൈ മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോകുന്ന വഴി ചെറുതും വലുതുമായ ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തമിഴ്നാടിൻ്റെ തൂങ്കാ നഗരമാണല്ലോ മധുരൈ. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കടകളാണ്. എല്ലാ തെരുവുകളും എപ്പോഴും ആക്റ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇവിടെയായിട്ട് നമുക്ക് സിൽവർ തീർത്ത ഒരുപാട് വിഗ്രഹങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഗണപതിയുടെയും ഹനുമാൻ്റെയൊക്കെ ഒരുപാട് വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാം. നമ്മളൊരു സിഗ്നൽ ജംഗ്ഷൻ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും റൈറ്റിലേക്കാണ് നമുക്ക് മുരുകൻ ഇഡ്ഡലിക്കടയിലേക്ക് പോകേണ്ടത്. ഇവിടെയായിട്ട് ജോസ് ആലുക്കാസിൻ്റെ ഒക്കെ ഒരു വലിയ ഷോറൂം കാണാം കേട്ടോ. അതുപോലെ തന്നെ പോത്തീസിൻ്റെ ഒരു വലിയ ഷോറൂം ഉണ്ട്. ഭീമ ജ്വല്ലറിയുടെ ഒരു ഷോറൂം ഉണ്ട്. അങ്ങനെ നമുക്ക് പരിചിതമായ ഒരുപാട് സ്വർണ്ണക്കടകളും അതുപോലെ തുണിക്കടകളൊക്കെ കാണാം. പോത്തീസൊക്കെ തമിഴ്നാടിൻ്റെയാണ്. നമ്മൾ അന്വേഷിച്ചിടുന്ന മുരുകൻ ഇഡ്ഡലി ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മുരുകൻ ഇഡ്ഡലിക്കട. അപ്പോൾ ഞാൻ ഇനി അകത്ത് കയറി ഫുഡ് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. കഴിക്കാനായി ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് പൊടി ഇഡ്ഡലിയാണ്. 4 കൂട്ടം ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടി ഈ പൊടി ഇഡ്ഡലി കഴിക്കുന്നത് വളരെ നല്ലൊരു ഫീലായിരുന്നു. തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും മല്ലിച്ചട്നിയും പുതിന ചട്നിയും ഒക്കെ കൂട്ടി ഈ പൊടി ഇഡ്ഡലി കഴിക്കുമ്പോൾ ഓരോ വായിക്കും ഓരോ ടേസ്റ്റാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇഡ്ഡലി കഴിച്ചതിന് ശേഷം ഒരു ഒനിയൻ ഊത്തപ്പവും ഇവിടെ നിന്ന് ഞാൻ വാങ്ങി. നമുക്ക് ബില്ല് വന്നിരിക്കുന്നത് 227 രൂപയാണ്. ഒനിയൻ ഊത്തപ്പത്തിന് 108 രൂപ, കോഫിക്ക് 34 രൂപ, ഈ പൊടി ഇഡ്ഡലിക്ക് 74 രൂപ. നമ്മൾ ചായ കൂടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ സൗത്ത് ഗേറ്റാണ് നമ്മുടെ അടുത്തായിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ഗേറ്റിലേക്ക് എല്ലാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന തെരുവിൽ വലിയ ജ്വല്ലറികളൊക്കെയാണ് 2 സൈഡിലുമുള്ളത്. ഇവിടെയായിട്ട് നമുക്കൊരു അമ്മ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നത് കാണാം. പേരയ്ക്ക, അതുപോലെ തന്നെ മാമ്പഴം, പപ്പായ, മുന്തിരി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നമ്മുടെ കേരളത്തിൽ പൂക്കുറ്റി മഴയാണെങ്കിൽ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. വെയിലായിട്ട് നമുക്ക് റോട്ടിൽ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ നേരത്ത് പല കടകളിലും ഫ്രീ ആയിട്ട് മോരും വെള്ളം കൊടുക്കുന്നത് കാണാം. അതേപോലെ തന്നെ മുക്കിലും മൂലയിലും ചായക്കടകളുണ്ട് കേട്ടോ. അതിന് മാത്രം ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചായക്കട ഉള്ളത്. നമ്മളിപ്പോൾ അമ്പലം സ്ഥിതി ചെയ്യുന്ന മെയിൻ സ്ട്രീറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമാണ് അമ്പലത്തിൻ്റെ സൗത്ത് ഗേറ്റിലേക്കുള്ളത്. ഇവിടെ ഒരുപാട് തുണിക്കച്ചവടക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ജ്വല്ലറി ഷോപ്പുകളും ഇവിടെ ധാരാളമായിട്ടുണ്ട്. പലതും തുറന്നിട്ടില്ല കേട്ടോ, തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മളങ്ങനെ ഫൈനലി അമ്പലത്തിൻ്റെ സൗത്ത് ടവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. വേ ടു ദർശൻ, അമ്പലത്തിനുള്ളിലേക്ക് ദർശനത്തിനായിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ചെരുപ്പൊന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ ചെരുപ്പ് ഇവിടെ പുറത്തു ഊരിടാം, അല്ലെങ്കിൽ ചെറിയൊരു ഫീസ് കൊടുത്ത് ഇവിടെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാം. 2 രൂപ മാത്രമാണ് ചെരുപ്പ് സൂക്ഷിക്കുന്നതിനുള്ളത്. കാശ് കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പല ആളുകളും ചെരുപ്പൊക്കെ പുറത്തു ഊരിട്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ സൗത്ത് ടവറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ 4 വശങ്ങളിലും ഇതുപോലത്തെ ടവറുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം കമ്പ് കെട്ടി വെച്ചിരിക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പേര് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നാണ്. മധുരയിലെ വൈഗാ നദിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരാശക്തിയായ ശ്രീ പാർവതിയെ ഇവിടെ മീനാക്ഷിയായിട്ടും പരമേശ്വരനെ സുന്ദരേശ്വരനായിട്ടും ഇവിടെ ആരാധിച്ചു വരുന്നു. ഈ ക്ഷേത്രത്തിന് മൊത്തം 14 അലങ്കാര ഗോപുരങ്ങളാണുള്ളത്. അതിനകത്ത് ഏറ്റവും വലുത് തെക്ക് ഭാഗത്തുള്ള അലങ്കാര ഗോപുരമാണ്. 170 അടിയാണ് തെക്ക് ഭാഗത്തുള്ള ഗോപുരത്തിന്റെ ഉയരം. അത് ഏകദേശം 60 മീറ്ററോളം വരും. 33,000-ലധികം ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിനകത്തുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് അമ്പലത്തിനകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല.
അതുകൊണ്ട് അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വന്നു വേണം കാണാനായിട്ട്. 1600കളുടെ തുടക്കത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദിവസവും 15,000-ലധികം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാണ്ഡ്യരാജാവായിരുന്ന കുലശേഖരനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശസ്തമായ മധുര മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് പോകുന്ന വഴിയിലുള്ള ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന് ചുറ്റുമുള്ള തെരുവുകളിലെല്ലാം ഇതുപോലെ ഒരുപാട് കച്ചവടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ നോർത്ത് ടവറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോർത്ത് ടവറിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതുകൊണ്ട് തന്നെ ഈ ടവറിൻ്റെ ഒരു വ്യൂ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയില്ല. മൊത്തം കോലൊക്കെ വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. എല്ലാ ടവറിലൂടെയും അമ്പലത്തിനുള്ളിലേക്ക് ദർശനത്തിനായിട്ട് പോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നമുക്ക് ദർശനത്തിനായുള്ള ക്യൂ കാണാനായിട്ട് കഴിയും. ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് ലോഡ്ജുകൾ കാണാനായിട്ട് സാധിക്കും. എല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ള ലോഡ്ജുകളാണ്. നമ്മളിപ്പോൾ നടന്ന് അമ്പലത്തിൻ്റെ ബെസ്റ്റ് ടവറിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് ദർശനത്തിനായിട്ടുള്ള ക്യൂ കാണാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ 4 ടവറുകളും കണ്ടു. ഞാൻ അമ്പലത്തിനകത്തേക്ക് കയറിയില്ല. അടുത്ത മധുരയ്ക്കുള്ള വരവിൽ അമ്പലത്തിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നതുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് ക്യാമറയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കയറ്റി വിടുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് അമ്പലത്തിനകത്തേക്ക് കയറാഞ്ഞത്. നമ്മളങ്ങനെ ഇപ്പോൾ ആദ്യം വന്ന് സൗത്ത് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പോവുകയാണ്. ഇനി തിരുമല നായ്ക്കർ മഹലിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അമ്പലത്തിനോട് ചേർന്നുള്ള സ്ട്രീറ്റിലൊന്നും വാഹന ഗതാഗതം അനുവദിക്കില്ല കേട്ടോ. ബൈക്ക് മാത്രമാണ് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ഈ സ്ട്രീറ്റിൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അമ്മാതിരി ചൂടാണ്. ഇവിടെ ഒരു കടയിൽ ഫ്രീ ആയിട്ട് മോരും വെള്ളം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു ഗ്ലാസ് മോരും വെള്ളം വാങ്ങി കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മധുരയിൽ വന്നാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട മറ്റൊരു ഫുഡ് ഐറ്റമാണ് ജിഗർദണ്ഡ. മധുരയുടെ ഓരോ മുക്കിലും മൂലയിലുമായിട്ട് നമുക്ക് ഒരുപാട് ജിഗർദണ്ഡ ഷോപ്പുകൾ കാണാനായിട്ട് കഴിയും. നോർമൽ ജിഗർദണ്ഡയും സ്പെഷ്യൽ ജിഗർദണ്ഡയും നമുക്ക് ഈ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കും. നമ്മുടെ കേരളത്തിലെ ഷേക്കൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു ശീതളപാനീയമാണ് ജിഗർദണ്ഡ. ജിഗർദണ്ഡയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മധുരയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ എല്ലായിടങ്ങളിലും ഈ ജിഗർദണ്ഡ കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മളിനി മധുര ഫേമസ് ജിഗർദണ്ഡ കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രീറ്റിൽ ഒരുപാട് ജിഗർദണ്ഡ ഷോപ്പുകളുണ്ട്. ഇനി ആദ്യം കാണുന്ന ഒരു വലിയ ഷോപ്പിൽ കയറിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പറഞ്ഞു തീർന്നതും നമ്മളൊരു ജിഗർദണ്ഡ ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹനീഫ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ജിഗർദണ്ഡ ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ നിന്നും ജിഗർദണ്ഡ കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഹനീഫ എന്ന് എഴുതിയിരിക്കുന്ന ജിഗർദണ്ഡ ഷോപ്പ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടായിരുന്നു. ഞാനൊരു സ്പെഷ്യൽ ജിഗർദണ്ഡയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ വിലകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ജിഗർദണ്ഡ മിനിക്ക് 45 രൂപയാണ്, റെഗുലർ 70 രൂപ. ഞാൻ ഓർഡർ ചെയ്ത ഹനീഫ സ്പെഷ്യൽ ജിഗർദണ്ഡയ്ക്ക് 100 രൂപയാണ്. പിന്നെ ഫലൂഡ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇവിടെ കിട്ടും. മിൽക്ക് ഷേക്ക്, റോസ് മിൽക്ക്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ജിഗർദണ്ഡ ഇതാണ് കേട്ടോ. പായസത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ്. നല്ല മധുരമൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. ഇപ്പോൾ മധുരയിലോ തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ പോകാൻ നേരത്ത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. സ്പെഷ്യൽ ജിഗർദണ്ഡ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓർമ്മ കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഒരു മിനി ജിഗർദണ്ഡ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. മിനി ജിഗർദണ്ഡയ്ക്ക് 45 രൂപയാണ്. 1980കളുടെ ആരംഭത്തിലാണ് മധുരയിലെ ജിഗർദണ്ഡ ഷോപ്പ് ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ തമിഴ്നാട്ടിൽ ഈ ജിഗർദണ്ഡ ഹിറ്റാണ്. സ്പെഷ്യൽ ജിഗർദണ്ഡയ്ക്കും നോർമൽ ജിഗർദണ്ഡയ്ക്കും കൂടി 145 രൂപയാണ് നമുക്കായത്. അപ്പോൾ ജിഗർദണ്ഡയ്ക്ക് കുടിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ ഡോർമെറ്ററിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ അവിടെ പോയി ഒന്ന് കിടക്കണം. നല്ല ചൂടായതുകൊണ്ട് ചെറിയതായിട്ട് ക്ഷീണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഓരോ ഏജന്റുമാരുണ്ടാവും. നമുക്ക് റൂം എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ ഏജന്റുമാരുടെ. നമ്മുടെ നിന്ന് അവർക്കൊരു കമ്മീഷൻ കിട്ടും, അതേപോലെ തന്നെ ഹോട്ടലുകാരുടെ നിന്നും കമ്മീഷൻ കിട്ടും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്കോ റൂമിലേക്കോ നമ്മൾ കയറാൻ നേരത്താണ് ഇവർ നമുക്ക് റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. ചുളുവിൽ കമ്മീഷൻ അടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. പോകാൻ പറഞ്ഞാലൊന്നും പോകില്ല. നമ്മൾ ലാസ്റ്റ് ഒച്ചയൊക്കെ വെച്ചാണ് ഇവർ ഓടിക്കുന്നത്. ഞാനങ്ങനെ നടന്ന് റൂമിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇവിടുന്ന് പോകുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡോർമെറ്ററി. AC ആണ്, അതുപോലെ തന്നെ പ്ലഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ബെഡിലും. എപ്പോഴും ഇതുപോലെ നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ. അപ്പോൾ 50 ഗ്രാം ഹൽവയ്ക്ക് 20 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. ഞാൻ 100 ഗ്രാം ഹൽവയാണ് പറഞ്ഞത്, 40 രൂപയാണ് ഇതിന് വരുന്നത്. ഫേമസ് ആയിട്ടുള്ള തിരുനെൽവേലി ഹൽവയാണിത്. നല്ല ചൂടുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഹൽവ ഏറെക്കുറെ തിന്ന് തീരാറായിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നാവിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോണ രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഇതിനുള്ളത്. നിങ്ങൾ മധുരയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്.
നമ്മളിപ്പോൾ ഇനി പോകുന്നത് തിരുമലൈ നായ്ക്കർ മഹലിലേക്കാണ്. 1.8 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും അങ്ങോട്ടേക്കുള്ളത്. നല്ല വെയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ഓട്ടോ വിളിച്ച് പോകേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഒരു 50 രൂപയ്ക്കൊക്കെ ഓട്ടോ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ ഓട്ടോ കിട്ടുവാണെങ്കിൽ അതിനകത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. റോട്ടിലൊക്കെ നല്ല തിരക്കാണ്. നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി എപ്പോൾ ഇടിച്ചു എന്ന് ചോദിച്ചാൽ മതി. ഗുരുഗുരാന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ റോഡാണ്. എവിടെ നിന്നാണ് വണ്ടി വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, അമ്മാതിരി തിരക്കാണ് റോഡിൽ. ഞാൻ രാവിലെ വരാൻ നേരത്ത് വിജനമായി കിടന്ന വഴിയാണ്. ഇപ്പോൾ ഫുള്ള് തിരക്കാണ്. വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുത്തിക്കയറ്റി മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ്. ഓട്ടോറിക്ഷകളാണ് മൊത്തത്തിൽ കുത്തിക്കയറ്റി കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ട്രീറ്റ് മൊത്തം സ്വർണ്ണക്കടകളാണ്. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് സ്വർണ്ണക്കടകൾ കാണാൻ കഴിയും. മധുരയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ട്രീറ്റിലും നമുക്ക് അമ്പലങ്ങൾ കാണാനായിട്ട് കഴിയും. ഒന്നൊന്നുമല്ല, ഇഷ്ടം പോലെ അമ്പലങ്ങളാണ് എല്ലാ സ്ട്രീറ്റിലും ഉള്ളത്. ഇനി ഒരു 600 മീറ്റർ കൂടെ ഉണ്ട് കൊട്ടാരത്തിലേക്ക്. ഏകദേശം 7 മിനിറ്റാണ് കൊട്ടാരത്തിലേക്ക് ചെല്ലാനായിട്ട് കാണിക്കുന്നത്. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും സ്വർണ്ണക്കടകളൊന്നും കുറഞ്ഞിട്ടുണ്ട്, പകരം തുണിക്കടകൾ കൂടിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇപ്പോൾ തുണിക്കടകളാണ്. സ്വർണം, തുണി പോലെയുള്ള വ്യാപാരങ്ങളുടെ വലിയൊരു കേന്ദ്രമാണ് മധുര എന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും സ്വർണ്ണക്കടകളും തുണിക്കടകളും മാത്രമാണ് കാണാനായിട്ടുള്ളത്. നമ്മളങ്ങനെ തിരുമലൈ നായ്ക്കർ പാലസിൻ്റെ എൻട്രൻസ് ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് മധുരയിലെ പ്രശസ്തമായ തിരുമലൈ നായ്ക്കർ കൊട്ടാരം. ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് പാസ് മൂലമാണ്. മുതിർന്നയാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്, കുട്ടികൾക്ക് 5 രൂപയാണ്. നമ്മളിതേ പാലസിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 1623 കേട്ടോ ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. പാലസിൻ്റെ എൻട്രൻസ് ഗേറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പാലസിലേക്ക് കയറി വരുമ്പോൾ തന്നെ വിശാലമായ ഒരു ഹാളാണ് നമുക്ക് കാണാൻ കഴിയുക. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഈ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന സമയം. പ്രവേശന കവാടവും ദർബാർ ഹാളും മ്യൂസിയവും ഒക്കെയാണ് ഇവിടെ പ്രധാനമായും കാണുവാനുള്ളത്. മ്യൂസിയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നുണ്ടായിരുന്നതിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിന്. തിരുമലൈ നായ്ക്കരുടെ കൊച്ചുമകൻ തിരുച്ചിയിൽ പുതിയ കൊട്ടാരം നിർമ്മിച്ചപ്പോൾ ഈ കൊട്ടാരത്തിലുണ്ടായിരുന്ന വിലയേറിയ ആഭരണങ്ങളും മനോഹരമായ കൊത്തുപണികളുമെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. മധുരയിൽ വന്നാൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഗൈസ്, ഞാൻ പാലസിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാനായിട്ടൊരു റാപ്പിഡോ സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട്. 35 രൂപയാണ് പാലസിൽ നിന്നും നമ്മൾ താമസിക്കുന്ന ഡോർമെറ്ററി പോകാനായിട്ട് ചാർജ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ റാപ്പിഡോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കുത്തിക്കയറ്റിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഒരു 100 സ്ഥലത്ത് ഗ്യാപ്പ് റോഡുകളുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും വണ്ടികൾ ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കിടെ നമ്മുടെ സ്കൂട്ടർ കുത്തിക്കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. ട്രാഫിക് പോലീസൊക്കെ ഉണ്ട്. സിഗ്നൽ വീണിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ എടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡോർമെട്രിയുടെ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. മധുരയിൽ നിന്നും കണ്ണൂർക്ക് പോകുന്ന 5 മണിയുടെ ബസ്സിനാണ് ഞാൻ ഇനി ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നത്. ഇവിടുത്തെ മട്ടുത്താവണി ബസ് സ്റ്റാൻഡിലാണ് ആ ബസ് വരുന്നത്. ഗൈസ്, ഇപ്പോൾ സമയം 3:45 ആയിട്ടുണ്ട്. ഞാൻ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിനി പോകാൻ പോകുന്നത് മധുരയിലെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നുമാണ് നമുക്ക് കണ്ണൂരിലേക്ക് പോകാനുള്ള ബസ്സുള്ളത്. നമ്മുടെ ഡോർമെട്രിയോട് ചേർന്നാണ് പെരിയാർ ബസ് സ്റ്റാൻഡ് ഉള്ളത്. പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് നമുക്ക് കിട്ടും. നിങ്ങളിപ്പോൾ കാണുന്നതാണ് പെരിയാർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിയും. ബസ് സ്റ്റാൻഡിൽ വന്നൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബസ് കിട്ടി. തമിഴ്നാട് ബസ്സുകളിൽ പഴയ തമിഴ് പാട്ടുകൾ വയ്ക്കും. അതൊരു പ്രത്യേക ഫീലാണ് ആ പാട്ടും കേട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണോ നിങ്ങൾ കാണുന്നത്. കേരളത്തിൽ നിന്നും 1-ലധികം ട്രെയിനുകൾ ദിവസവും ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. മധുരയുടെ നഗരക്കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭിത്തികളിലും ദളപതി വിജയുടെ ഫോട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത ഇലക്ഷനിൽ എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം.
ഏതൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 15 രൂപയാണ് ചാർജ് വരുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയായിരുന്നു. അമ്മാതിരി സ്മെല്ലാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബസ് മാട്ടുത്താവണി MGR ബസ് സ്റ്റാൻഡിലേക്ക് കയറും. ഇവിടെ നിന്നും ചെന്നൈക്ക് 460 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ 4:15 മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. മനോഹരമായ ഒരുപാട് ഓർമ്മകളും കാഴ്ചകൾ സമ്മാനിച്ച ഈ മധുരയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.